കബാലിയും പുലിമുരുകനും പഴങ്കഥയായി. ആദ്യദിന കളക്ഷൻ റെക്കോർഡ് ദി ഗ്രേറ്റ് ഫാദറിന്. കേരളത്തിൽ 202 തിയേറ്ററുകളാണ് ദി ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്തത്. ആദ്യ ദിനം ചിത്രം കേരളത്തിന് പുറമെ റിലീസ് ചെയ്തിരുന്നില്ല. അതിനാൽ 202 തിയേറ്ററുകളിലെ സാധാരണ ഷോകളിൽ നിന്ന് തുടക്കത്തിൽ നെറ്റ് കളക്ഷൻ ലഭിച്ചത് 1.55 കോടി രൂപ. ഗ്രോസ് കളക്ഷൻ 5 കോടിയിലേറെ എന്നാണ് റിപ്പോർട്ട്. വൻ തിരക്ക് പ്രമാണിച്ച് അർദ്ധരാത്രി 12 മണിക്ക് 50ഓളം തിയേറ്ററുകളിൽ സ്പെഷ്യൽ നൈറ്റ് ഷോ നടത്തിയെന്ന് ദി ഗ്രേറ്റ് ഫാദറിന്റെ നിർമ്മാതാവ് ഷാജി നടേശൻ പറഞ്ഞു. പ്രത്യേക ഷോകളുടെ വരുമാനവും മാളുകളിലെ കളക്ഷനും കൂടി പരിഗണിച്ചാൽ ഏറ്റവും മികച്ച കേരളത്തിലെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡിനുള്ള ബഹുമതി കബാലിക്ക് നഷ്ടമാകും. ഇക്കാര്യത്തിൽ പുലിമുരുകനെയും കബാലിയെയും ദി ഗ്രേറ്റ് ഫാദർ മറികടന്നിരിക്കുകയാണ്. കേരളത്തിൽ 160 തിയേറ്ററുകളിലാണ് പുലിമുരുകൻ റിലീസ് ചെയ്തത്. 306 തിയേറ്ററുകളിലെ കളക്ഷനാണ് കബാലിയെ മുന്നിലെത്തിച്ചത്. എന്നാൽ സ്പെഷ്യൽ ഷോകൾ അടക്കം 202 തിയേറ്ററുകളിൽ നിന്നുള്ള കളക്ഷൻ കൊണ്ട് മാത്രം പുലിമുരുകനെയും കബാലിയെയും മറികടക്കാൻ ദി ഗ്രേറ്റ് ഫാദർ എന്ന മമ്മൂട്ടി ചിത്രത്തിനായി എന്നത് ചലച്ചിത്ര ലോകത്തെ വിസ്മയമായിരിക്കുകയാണ്. രണ്ടാം ദിനം കേരളത്തിന് പുറമെ 150 തിയേറ്ററുകളിൽ കൂടി ഹൗസ്ഫുൾ പ്രദർശനം തുടരുന്നതിനാൽ കളക്ഷൻ റെക്കോർഡുകളിൽ ദി ഗ്രേറ്റ് ഫാദർ നാഴികക്കല്ലാകും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.